മലപ്പുറത്ത് നിപ്പ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രോട്ടോകോൾ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. 175 പേർ സമ്പർക്ക പട്ടികയിൽ ഉണ്ടെന്നും 13 സാമ്പിളുകൾ നെഗറ്റീവാണെന്നും 26 പേർ ഹൈറിസ്ക് കാറ്റഗറിയിലുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയെ കാണുമെന്നും നിപ്പ അടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുമെന്നും എയിംസ് വേണമെന്ന് ആവശ്യപ്പെടുമെന്നും വീണ ജോർജ് പറഞ്ഞു. മലപ്പുറത്ത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഉണ്ടായ യുവാവിന്റെ മരണം നിപ്പ വൈറസ് മൂലമാണ് എന്നുള്ളത് സ്ഥിരീകരിച്ചിരുന്നു കഴിഞ്ഞ ദിവസം. അതിനുശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇതിന്റെ പരിശോധന നടത്തി പോസിറ്റീവാണെന്ന് കണ്ടെത്തിയപ്പോൾ തന്നെ സ്റ്റേറ്റ് പ്രോട്ടോകോൾ നിലവിൽ അതിനനുസരിച്ചിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നു. അപ്പോൾ ഇന്നലെ നിങ്ങളെല്ലാവരെയും അറിയിച്ചതുപോലെ 175 പേരാണ് സമ്പർക്ക പട്ടികയിൽ ഇപ്പോൾ ഉള്ളത്. 13 സാമ്പിളുകൾ പരിശോധിച്ചത് നെഗറ്റീവാണ്. അതിനുശേഷം ഇന്ന് ഹൈ റിസ്ക് കാറ്റഗറിയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്, അതായത് ഹയസ്റ്റ് റിസ്ക് ഉള്ളതായിട്ട് കണ്ടെത്തിയിട്ടുള്ളത് 26 പേരെയാണ്. അപ്പോൾ നിപ്പയെ സംബന്ധിച്ചിടത്തോളം, നിപ്പ വൈറസ് രോഗബാധയെ സംബന്ധിച്ചിടത്തോളം തീവ്രമായ രോഗലക്ഷണങ്ങൾ ഉണ്ടാകുന്ന സമയത്താണ് രോഗവ്യാപനം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനുള്ള സാധ്യതയുള്ളത്. അപ്പോൾ 8-9 ദിവസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ തീവ്രമായ രോഗലക്ഷണങ്ങൾ ഉണ്ടായിരുന്ന ദിവസങ്ങൾ, 7, 8, 9. അപ്പോൾ ആ ദിവസങ്ങളിൽ ഏറ്റവും ക്ലോസ് കോണ്ടാക്റ്റ് ആയിട്ട് ഉണ്ടായിരുന്നവർ, അവർക്കാണ് കൂടുതലായിട്ട് സാധ്യത ഉള്ളത്.